ഹലോ മക്കളെ, എല്ലാ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് റിലേഷൻ ഫങ്ഷൻസിൻ്റെ സെക്കൻഡ് വീഡിയോ ചെയ്ത് അല്ലേ? അതെ അതെ ബാക്കി പറ, നിങ്ങൾ എന്താണ് പറഞ്ഞോണ്ടിരുന്നത്? ബാക്കി പറയണം. ഓക്കെ. ഹലോ മക്കളെ, എല്ലാ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിത് റിലേഷൻ ഫങ്ഷൻസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എംപ്റ്റി റിലേഷൻ പറഞ്ഞായിരുന്നു, യൂണിവേഴ്സൽ റിലേഷൻ പറഞ്ഞായിരുന്നു, റിഫ്ലെക്സീവ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് സിമെട്രിക് റിലേഷൻ തൊട്ട് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ സിമെട്രിക്. സിമെട്രിക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സിമെട്രിക് ആവാനുള്ള റീസൺ നമുക്ക് പിന്നെ പറയാം. സിമെട്രിക് എന്നുള്ള പേര് കൊടുക്കാനുള്ള റീസൺ നമുക്ക് പിന്നെ പറയാം. അത് എനിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സിമെട്രിക് എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു, റിഫ്ലെക്സീവ് എന്താണ്, സിമെട്രിക് എന്താണ്, നമുക്ക് വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ഓക്കെ. ഇപ്പൊ നമുക്ക് ഈ ഡെഫിനേഷൻ പഠിച്ച ഡെഫിനേഷൻ നോക്കാം. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് ഈസ് കോൾഡ് സിമെട്രിക്. സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ ഇഫ് A1 A2 belongs to R implies that A2 A1 belongs to R. For all A1 A2 belongs to A. But ഈ for all A1 A2 പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. എല്ലാ A1 A2 A2 A1 ഇതിനകത്ത് ഉണ്ടാവണം എന്നൊരു കൺഫ്യൂഷൻ വരും. എല്ലാ A1 A2 A2 A1 ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറി? യൂണിവേഴ്സൽ റിലേഷൻ ആയി. അപ്പൊ പിന്നെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഇഫ് കിടപ്പുണ്ട്. ഈ ഇഫ് ആണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ്. A1, A2 ഉണ്ടെങ്കിൽ A2, A1 മതി. പിള്ളേർക്ക് യവന്മാര് എന്ത് തേങ്ങയായി പറയുന്നത് തോന്നി കാണും. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ A ക്രോസ് A എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് ഞാൻ A ക്രോസ് A ഈസ് ഈക്വൽ ടു 1,1 1,2 2,1 2,2 ചെയ്യണ്ട സാറേ. നന്ദിയുണ്ടേ. ഓക്കെ, റിലേഷൻ കൂടെ എഴുതാം. 1,2 2,1 അത്രയും മാത്രം എഴുതി കഴിഞ്ഞാൽ അതൊരു സിമെട്രിക് ആവും സാറേ. 1 2 ഉണ്ട്, 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 2 1 ഉണ്ട്, 1 2 ഉണ്ട്. ഇത് മാത്രം എഴുതി കഴിഞ്ഞാൽ എന്തായി? സിമെട്രിക് ആയി. ഇനി ഞാൻ ഒരു 1 1 കൂടെ ഞാൻ കൊടുക്കും. അപ്പോ അത് സിമെട്രിക് ആണല്ലോ സാർ? ഇപ്പോഴും സിമെട്രിക് ആണ്. അതാണ് ഈ ഫോർ ഓൾ A1 A2 എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ഒരു ഇഫ് കിടപ്പുണ്ട്. A1 A2 ഉണ്ടെങ്കിൽ A2 A1. അതായത് ഇവിടെ 1 2 ഉണ്ടെങ്കിൽ ആര് വേണം? 2 1 വേണം. ഇവിടെ 1 1 ഉണ്ട്, അപ്പൊ ആര് വേണം? സെറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യാറില്ല? എലമെന്റ്സിനെ റിപ്പീറ്റ് ചെയ്ത് എഴുതാറില്ല. അതുകൊണ്ട് 1 1 ഒരു വട്ടം എഴുതിയാൽ മതി. അവിടെ ആൾറെഡി എന്തുകൊണ്ട് വിചാരിച്ചു. നമ്മളില്ല ദോശ പറയുമ്പോൾ ഒരു ദോശ കിടന്നു കഴിഞ്ഞാൽ സെറ്റ് ഒന്ന് തന്നെയാണെന്ന് പറയാം. ഓക്കെ, അപ്പം ഇതൊരു റിഫ്ലെക്സീവ് ആണ്, സോറി സിമെട്രിക് ആണ്. അപ്പം സിമെട്രിക് അല്ലാത്തവണ്ണം ഞാൻ എഴുതാം. സിമെട്രിക് അല്ലാത്തവണ്ണം ഒരു R ഈസ് ഈക്വൽ ടു 1 1. അത് അവിടെ കിടന്നോട്ടെ, പാവപ്പെട്ടതല്ലേ. ഞാൻ ഒരു 1 2 കൊടുത്തു, ഒരു 3 കൊണ്ടായിരുന്നു കൊള്ളായിരുന്നു സാറേ. ഞാൻ ഒരു 2 2 കൂടെ കൊടുത്തു. വേണ്ട, നമുക്ക് പിള്ളേർക്ക് മനസ്സിലായി കാണും അവർക്ക് ഇപ്പൊ തന്നെ. ഇവിടെ 1 1 2 2 മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ അത് എന്തായാനെ? സിമെട്രിക് ആയി. ഇവിടെ 1 2 കിടപ്പുണ്ട്, അപ്പൊ ആര് വേണം? 2 1 വേണം. 1 2 ഉള്ള സ്ഥിതിക്ക് 2 1 ഉണ്ടായാലേ പറ്റൂ. ഇല്ലെങ്കിൽ അത് എന്താവത്തില്ല? സിമെട്രിക് ആവത്തില്ല. അപ്പൊ നമുക്കിനി ഈ നമ്പർ വെച്ചുള്ള കളി മാറ്റി സ്വാഭാവികമായിട്ട് നമ്മള് NCERT എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് അറിയാവുന്നതാണല്ലോ. വീണ്ടും ട്രയാങ്കിൾ. Let T be set of all triangles in a plane with a relation T given by R is equal to T1, T2. T1 is congruent to T2. ഇപ്പൊ T1 ഉം T2 കോൺഗ്രുവന്റ് ആണെങ്കിൽ അത് എവിടെ കാണും? R-ൽ കാണും. അപ്പം R-നകത്ത് ഞാൻ ഒരു T1 T2 ഉണ്ടെന്ന് വിചാരിക്കാം. T1, T2 belongs to R. അത് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? T1 ഈസ് കോൺഗ്രുവന്റ് ടു T2 എന്നല്ലേ? T1 T2 ആയിട്ട് കോൺഗ്രുവന്റ് ആണെങ്കിൽ അതെന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? T2 ഈസ് കോൺഗ്രുവന്റ് ടു T1 എന്നല്ലേ? അല്ലേ? T1 T2 ആയിട്ട് കോൺഗ്രുവന്റ് ആണെങ്കിൽ T2 T1 ആയിട്ട് എന്ത് തന്നെയായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. അപ്പൊ T2 T1 കോൺഗ്രുവന്റ് ആണെങ്കിൽ അതെന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? നമുക്ക് T2, T1 എന്ന് പറയുന്നത് റിലേഷനകത്ത് ഉണ്ടെന്നല്ലേ പറയുന്നത്? ഉണ്ട്. അതുപോലെ T1, T2 റിലേഷനകത്ത് T1 T2 ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതിൽ നിന്ന് T2, T1 ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.
ഓക്കെ. ഇപ്പൊ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ, അതായത് എൻ്റെ കയ്യിൽ T1 ട്രയാങ്കിൾ ഉണ്ട്, T2 ട്രയാങ്കിൾ ഉണ്ട്, T1 ട്രയാങ്കിൾ ഉണ്ട്, T2 ട്രയാങ്കിൾ ഉണ്ട്. T1 T2 ആയിട്ട് കോൺഗ്രുവന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചും പറയാം T1 കോൺഗ്രന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റിലേഷനകത്ത് ഈ രണ്ട് എലമെന്റ്സും കാണാം. അതായത് ഈ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് T1 T2 ആറിനകത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ T1 is congruent to T2 ആണ്. അത് T1 T2 ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് തിരിച്ച് T2 T1 ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഒരു ഒറിജിനൽ പ്രൂഫായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ആ റിലേഷനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റിലേഷനകത്ത് T1, T2 ഉണ്ടെങ്കിൽ T2, T1 ഉറപ്പായി ആ റിലേഷൻ കാണും. ഇനി വേറൊരെണ്ണം T3 T4 ആണെങ്കിൽ T3 T4 ഉണ്ടെങ്കിൽ T4 T3 ഉണ്ടാവണം. അല്ലെങ്കിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം ഇവനുമായിട്ട് ഇവനുമായിട്ടും കോൺഗ്രന്റ് ആയിരിക്കും. ഒബ്വിയസ്. ഓക്കെ. അപ്പൊ സാർ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു പ്രൂഫാണ് പറഞ്ഞത്. T1, T2 റിലേഷനകത്ത് ഉണ്ടെങ്കിൽ നമുക്കറിയാം T1 കോൺഗ്രന്റ് ടു T2 ആണ്. T1 T2 കോൺഗ്രന്റ് ആണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞത് തന്നെ T2 തിരിച്ചെന്തായിരിക്കും T1 കോൺഗ്രന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് എലമെന്റും കാണും, T2, T1 കാണും. ഓക്കെ. ഇതാണ് അതിന്റെ ഒരു ഫോർമൽ റൈറ്റിംഗ്. ഒരു ഫോർമൽ. ഇത് തിങ്ക് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. ഇനി നമുക്ക് സിമെട്രിക് അല്ലാത്തൊരു റിലേഷൻ നോക്കാം. ഇതൊരു സിമ്പിൾ റിലേഷൻ ആണ്. ഞാൻ മുമ്പേ ഒരു 3 വന്നിട്ടുണ്ട്. സന്തോഷമായി. ഓക്കെ. സാർ റിലേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 ഉണ്ട്, അത് സിമെട്രിക് ആണല്ലോ. 1 ഉണ്ട്. അപ്പം 2 ഉണ്ട്, അതും കുഴപ്പമില്ല. 3 ഉണ്ട്, അതും കുഴപ്പമില്ല. 1 ഉണ്ട് സാറേ. അപ്പം ഉറപ്പായിട്ടും 2 വേണം. 1, 2 ഉണ്ടായോണ്ട് സിമെട്രിക് ആവണമെങ്കിൽ 2 കൂടെ വേണം. അതേപോലെ 2, 3 ഉണ്ടെങ്കിൽ ഇത് സിമെട്രിക് അല്ല. ഇല്ല, 2, 3 ഉണ്ട്. അപ്പൊ 3, 2 വേണം. അതായത് ഇത് സിമെട്രിക് ആവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ 2, 2,1 3,2 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ബ്രാക്കറ്റ് വായിക്കാൻ പറ്റത്തില്ല സാറേ. ഇനി ഇവന്മാരോട് ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്തായാലും അതെ സിമെട്രിക് ആയാണ്. ഇവന്മാരില്ലാത്ത സ്ഥിതിക്ക് ഇതെന്തല്ല, സിമെട്രിക് അല്ല. സോ ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. സിമെട്രിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. നമുക്ക് അടുത്ത ട്രാൻസിറ്റീവ് ഒരു വട്ടം വരയ്ക്കോ സാറേ? ഞാൻ ഇതുവരെയുള്ളതിനെല്ലാം വട്ടം വരച്ചായിരുന്നു. ഓക്കെ. ട്രാൻസിറ്റീവ് സാർ ഇങ്ങനല്ലേ വട്ടം വരച്ചേ? ട്രാൻസിറ്റീവ്. ഓക്കെ സാർ പറഞ്ഞു. A relation R in a set A is called transitive if A1, A2 element of R and A2, A3 element of R implies that A1, A3 also element of R. ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇപ്പം എന്താ നമ്മുടെ സെറ്റ് കൺസിഡർ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ 3 ആൾക്കാരുള്ളത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. 1, 2 ക്രോസ് എഴുതണ്ട കേട്ടോ സാറേ. ക്രോസ് ഒത്തിരി സമയം പോകും, അതുകൊണ്ട് ക്രോസ് എഴുതണ്ട. ഞാനൊരു എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള ഒരു റിലേഷൻ ചെയ്യുക. സോ ഞാൻ പറയുന്ന റിലേഷനകത്ത് ഇത്ര ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. 1, അത് ഈ കിടന്നോട്ടെ, ബുദ്ധിമുട്ടില്ല. 1,1 2 ഉണ്ട്, 2, 3 ഉണ്ട്. ഇവിടാണ് കളി നടക്കാൻ പോകുന്നത്. 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. ഇതാണ് ഇവിടെ പറയുന്നത്. A1, A2 ഉണ്ട്, A2, A3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ A1, A2 വേണം. അതായത് A1, A3 വേണം. അതായത് 1, 3 വേണം. ഇത്രയും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇത് ഓക്കെ. ഈ ഫോർ ഓളിനകത്ത് കൺഫ്യൂസ്ഡ് ആവണ്ട. മക്കളെ ഇത്രയേ ഉള്ളൂ. 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. അങ്ങനെയാണ് ആരും വേണം, 1, 3 വേണം. അത്രയേ ഉള്ളൂ. ഇഫ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. ഇഫ് A1, A2 ആൻഡ് A2, A3 ബിലോങ്സ് ടു ആർ. A1, A2 A2, A3 ആറിനകത്തുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? A1, A3 ഉണ്ടായിരിക്കണം. ഈ ട്രാൻസിറ്റീവ് എന്നുള്ള പേര് തന്നെ ട്രാൻസിറ്റ് ദിസ് റിലേഷൻസിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു മീനിങ് ആണ് ട്രാൻസിറ്റീവ്. ഇതിന്റെ മറ്റേ റെപ്രസെന്റേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അത് നമുക്ക് അവിടെ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാം. അടുത്ത ക്ലാസ്സിൽ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാം. ഇത് ഒരു റിയൽ ലൈഫ് പറയുമ്പം ഞാനും സാറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനും മറ്റൊരാളും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനും അയാളും തമ്മിലും എന്തായിരിക്കും? ഫ്രണ്ട്ഷിപ്പ്.
അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ റിലേഷനെ നമ്മൾ 3 പേരും അടങ്ങുന്ന ആ റിലേഷൻ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസിറ്റീവ് റിലേഷൻ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? അല്ലേ, നിങ്ങളും അങ്ങനെ ആയിരിക്കും അല്ലേ? അതെ. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സാ, എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഉറപ്പായിട്ടും പരിചയപ്പെടുത്തും, അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആവും. അല്ലേ? ഫ്രണ്ട്ഷിപ്പ് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ. അപ്പം ഇതിനെ ഒരു പ്രാക്ടിക്കൽ സൈഡിലൂടെ നമ്മൾ പറഞ്ഞു. നമുക്ക് ഇനി അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ മാത്തമാറ്റിക്കൽ എക്സാമിന് അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. എക്സാമ്പിൾ NCERT സ്റ്റിക്ക് ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഈ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ NCERT എസെൻഷ്യല് വളരെ ശ്രദ്ധയോടെ തന്നെ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് കൃത്യമായി മുൻകൂട്ടി കണ്ട് NCERT കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ എസെൻഷ്യൽ കോഴ്സ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. NCERT-ലുള്ള ഒരൊറ്റ പോയിന്റ് പോലും ഇടത്തില്ല, ഒരൊറ്റ എക്സാമ്പിൾ പോലും ഇടത്തില്ല, ഒരൊറ്റ ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, വിട്ടുകളയത്തില്ല. ഫുൾ NCERT നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്താൽ നമ്മൾ NCERT എസെൻഷ്യൽ എന്ന് പറയുന്ന ആ കോഴ്സ് നമ്മൾ ടീച്ചറായിട്ട് കണ്ടാൽ മതി. ടീച്ചറായിട്ട് കണ്ടാൽ മതി. എക്സാമ്പിളിലേക്ക് പോയാൽ എക്സാമ്പിൾ ഇത് നമുക്ക് അറിയാവുന്ന സാധനം തന്നെയല്ലേ? ഇത് വീണ്ടും ട്രയാങ്കിൾ. അതെ, ഇതെല്ലാം ടെക്സ്റ്റിനകത്ത് തന്നെ നമ്മൾ എക്സാമ്പിൾസ്. Let T be the set of all triangles in a plane with a relation in T given by R is equal to T1, T2. T1 is congruent to T2. ഇത്ര നേരം വായിച്ചത് നമുക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സാർ. ഇത് അതായത് T1 T2 എന്ന് പറയുന്നത് ആറിനകത്തുണ്ട്. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് അത് പറയുന്നതിനോട് തന്നെ T2 T3 എന്ന് പറയുന്നതും ആറിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? T1 is congruent to T2. ഇതിൽ നമുക്ക് എന്ത് പറയാം? T2 is congruent to T3. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് പറയാം? T1 is congruent to T3 എന്ന് പറയാലോ. അപ്പൊ T1 T3 അവിടെ വരും, ഉറപ്പായിട്ടും ആ റിലേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്ത് റിലേഷൻ ആയി? ട്രാൻസിറ്റീവ് റിലേഷൻ ആയി. മക്കളെ ഒന്നുമില്ല, T1 T2 T3 3 ട്രയാങ്കിൾ, T1 T2 T3. ഞാൻ പറയാ T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്തുമായിട്ട് കോൺഗ്രുവന്റ് ഇല്ല, T2മായിട്ട് കോൺഗ്രുവന്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ T2 T3 തമ്മിൽ വേറൊരു കോൺഗ്രുവൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ T2 ആരുമായിട്ട് കോൺഗ്രുവന്റ് ഇല്ല, T3മായിട്ട് കോൺഗ്രുവന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവന് സമമാണെങ്കിൽ ഇവന് സമമാണെങ്കിൽ ഇവനും എന്തായിരിക്കും? സമമായിരിക്കത്തില്ലേ? ഉറപ്പല്ലേ? ഉറപ്പാ. സോ T1 കോൺഗ്രുവന്റ് എന്തായിരിക്കും? T3 ആയിരിക്കും, നമുക്ക് ഉറപ്പായിട്ടും പറയാം. സോ ഈ പറയുന്ന ആൾക്കാരെല്ലാം T1, T2, T2, T3, T1, T3 ഉണ്ടാവും. എവിടെ കാണും? നമ്മുടെ ഈ ഒരു റിലേഷനകത്ത് ഉറപ്പായിട്ടും കാണും. T1 T2 T2 T3 ഉണ്ടെങ്കിൽ T1 T3 ഉറപ്പായിട്ടും ആ റിലേഷനിൽ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു 3 ട്രയാങ്കിൾ ഈ റിലേഷനകത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ റിലേഷനകത്ത് ഈ പറയുന്ന ആൾക്കാരെല്ലാം കാണും. T1 T2 T2 T3 T1 T3 കാണും. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഈ നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാം. ഇത് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻസുകളിൽ ഒന്നായിരിക്കും റിലേഷൻസ് ആൻഡ് റിലേഷൻസിലെ ക്വസ്റ്റ്യൻസ് അല്ലേ? ഏറ്റവും എളുപ്പത്തിൽ ഇത് പ്രൂവ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. T1 T2 കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ T2 T3 കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കാന്നേ ഉള്ളൂ. T1 T3 എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. അത് അതേപോലെ എഴുതി വെച്ചാൽ കോൺഗ്രുവൻസ് മീൻസ് ഈക്വൽ. അത് അതേപോലെ എഴുതി വെച്ചാൽ മതി അല്ലേ? T1 T2 ഉണ്ട്, T2 T3 ഉണ്ട്. ഇതുണ്ടെങ്കിൽ ഇതാണ്, ഇതുണ്ടെങ്കിൽ ഇതാണ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതാണ്, ഇതുണ്ടെങ്കിൽ ഇതാണ്. കാരണം കോൺഗ്രുവന്റ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ സാധനം എഴുതാൻ പറഞ്ഞേക്കുന്നത്. സോ ഇതുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? T1 കോൺഗ്രുവന്റ് ടു T2. ഇതുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? T2 കോൺഗ്രുവന്റ് ടു T3. ഉറപ്പായിട്ടും T1 കോൺഗ്രുവന്റ് ടു T3 ആയിരിക്കും. സോ T1, T3 ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതിയില്ല. ബിലോങ്സ് ടു R സാർ എഴുതി. സോ T1, T3 belongs to R ആയിരിക്കും. ഓക്കെ, അടുത്ത നോക്കാം. ഒരു ഇതല്ലാത്തത് നമ്മുടെ ലൈൻസിന്റെ എക്സാമ്പിൾ തന്നെ അല്ലേ? അതിന് എക്സാം ടെക്സ്റ്റിൽ തന്നെ നടക്കുന്ന എക്സാമ്പിൾ ഞാൻ എഴുതാം. ഓക്കെ. അപ്പൊ ഇത് L1 നമുക്ക് എന്താ? സെറ്റ് ഓഫ് ഓൾ ലൈൻസിന്റെ പ്ലെയിൻ ആണ്. R എന്ന് പറയുന്നതിനകത്ത് L1 L2 വേണമെന്നുണ്ടെങ്കിൽ L1 ഉം L2 ഉം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഞാൻ L1 വരച്ചു. L1 പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ L2 വരച്ചു. ഓക്കെ, അപ്പൊ L1 L2 ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പറയാം L1 L2 എന്ന് പറയുന്നത് R-നകത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ L2-ന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു. ഇങ്ങനെ വരച്ചു.
L3. അപ്പോൾ എനിക്ക് എന്താ പറയാ L2 L3യും എവിടെയുണ്ട്? ആറിനകത്തുണ്ട്. പക്ഷെ സാറേ L1 L3 പാരലൽ അല്ലേ സാറേ? L1 L3 പാരലൽ. അതായത് L1നും അങ്ങനെയാണെങ്കിൽ അടുത്തത് വരേണ്ടത് L1 L3 ആണ്. L3 അതായത് L1 L3 എന്താവണം? പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ പാരലാണ് അല്ലേ? അതൊരിക്കലും സംഭവിക്കത്തില്ല. അവിടെ സംഭവിക്കില്ല. പക്ഷെ അത് സംഭവിക്കത്തില്ല എന്ന് നമുക്ക് അല്ലാണ്ട് പറയാം. ഇങ്ങനൊരു വരയ്ക്കാനുള്ളൊരു ഐഡിയ കിട്ടിയാലാണ് നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ L1 L2 L1 എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് L2 എന്ന് പറയുന്ന ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. L2ന് ഒരു പെർപെൻഡിക്കുലർ ഉണ്ട്, L3 ആണെന്ന് വിചാരിക്കുക. പക്ഷെ ഒരിക്കലും L1 L3 എന്താവില്ല? പെർപെൻഡിക്കുലർ ആവില്ല. ഇനി L2ന് പെർപെൻഡിക്കുലർ ആയിട്ട് ആകെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെ മാത്രം ആവാൻ. അതെ അല്ലേ? അതെ. ഇനി L1നും L2നും പെർപെൻഡിക്കുലർ ആയിരിക്കണം. L1 L3 എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇത് വരുത്തണമെങ്കിൽ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരണമെങ്കിൽ അത് L1നും L2നും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അത് നമുക്ക് പ്ലെയിനകത്ത് വരയ്ക്കാൻ പറ്റത്തില്ല. ഈ L3 എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയായിരുന്നു വിചാരിക്കുക, 3D ആയിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ L1 L2 പെർപെൻഡിക്കുലറാ. 3D ഓൾറെഡി അവർ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് പ്ലെയിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. സോ L1നും L2 പെർപെൻഡിക്കുലറാ. ഈ L2 ഈ L3ക്ക് എന്താ? പെർപെൻഡിക്കുലറാ. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് ആക്സിസ് നോക്കിയാൽ പോലെ x ആക്സിസ് y ആക്സിസ് z ആക്സിസ് മൂന്നും പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആയിരുന്നെങ്കിൽ L1ഉം L3 എന്ത് തന്നെയാ? പെർപെൻഡിക്കുലറാ. ആ കണ്ടീഷൻ വരുത്തുമായിരുന്നു. പക്ഷെ ഇവിടെ പ്ലെയിൻ ആയതുകൊണ്ട് ഒരിക്കലും ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് ഈ പ്ലെയിൻ എന്നുള്ള സാധനം മാറ്റിയിട്ട് ഒരു 3 ഡയമെൻഷണൽ സ്പേസ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പറയാൻ പറ്റത്തില്ല. ആലോചിച്ച് വന്നേക്കാം. അപ്പൊ അവർ ആലോചിക്കട്ടല്ലേ അത്. ഓക്കെ. അപ്പോൾ ഇതാണ് ടൈപ്പ് ഓഫ് റിലേഷൻ. ആദ്യം നമ്മൾ എംപ്റ്റി റിലേഷനിൽ തുടങ്ങി, യൂണിവേഴ്സൽ റിലേഷനിൽ കൂടെ റിഫ്ലെക്സീവ്ലി കയറി, സിമെട്രിക്കലി കയറി, ട്രാൻസിറ്റീവ്ലി കയറി. അടുത്തതിനകത്ത് നമ്മളൊരു സസ്പെൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റെപ്രസെന്റേഷൻ രീതി. അത് എന്താന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. സസ്പെൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രോസ് പ്രോഡക്റ്റിനെ എന്തിനാണ് ഈ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ അല്ലേ, എന്തിനായിരിക്കും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടല്ലോ. അതിന് ഒരു ഉത്തരവെങ്കിലും നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അത് അടുത്ത വീഡിയോ. ഇനി ഇതിന്റെ തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, എക്സാമ്പിൾസ്, ക്വസ്റ്റ്യൻസ് എല്ലാം NCERT എസെൻഷ്യലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാം. ഓക്കെ, മക്കളെ ക്ലാസ്സിൽ കാണാം. ബൈ.